ഇതൊക്കെ അന്ന് വരുമ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഇപ്പോൾ നോക്കിയേ മരുഭൂമി പോലെയായി. ഇതിനും ഉണ്ടല്ലേ ഒരു ഭംഗി ഈ സമയത്ത്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉത്രാളിക്കാവിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടുത്തെ പൂരം കാണാൻ വേണ്ടി വന്നേക്കാണ്. ഒരുപാട് കാലത്തൊരാഗ്രഹമാണ് ഈ പൂരം കാണണമെന്നുണ്ടായിരുന്നത്. ഈ ഉത്രാളിക്കാവ് പൂരം കാണണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ആ പൂരം കാണാൻ വേണ്ടി വന്നേക്കാണ്. ഞാനപ്പോൾ ഇങ്ങോട്ട് എത്തിയേക്കുന്നത് ഒരു 12 മണിയോട് കൂടിയാണ് ഇങ്ങോട്ട് എത്തിയേക്കുന്നത്. നല്ല ഉച്ച സമയമാണ്, നല്ല വെയിലും നല്ല ചൂടും അതേപോലെ തന്നെ പൊടിയും ഒക്കെ ആയിട്ട് നിറച്ച് പൊടിയാണ് ഇവിടെ. ഉത്രാളിക്കാവിൽ വന്നിട്ടുണ്ട് ഇതിക്ക് മുമ്പായിട്ട്. നല്ല പച്ചപ്പ് വിരിച്ചിരുന്ന ആ സമയത്ത്, ആ പാടമൊക്കെ പൂത്ത് നിന്നിരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് ആ സ്ഥലമൊന്നുമല്ല ശരിക്കും ഈ ഉത്രാളിക്കാവ്. വളരെ മാറ്റം വന്ന പോലെ. കാരണം ആ പച്ചപ്പൊന്നുമില്ലല്ലോ, അതിൻ്റെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വരാനിടയില്ലാണ്ട് ഒരു ട്രെയിൻ വന്ന്, ആ ട്രെയിൻ വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. ഞാനപ്പോൾ ഇങ്ങോട്ട് എത്തിയ സമയത്ത് തന്നെ ഇവിടെ പൂരം നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിനകത്ത് പൂരം നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ കാഴ്ച കണ്ടോ, ഇതിപ്പോൾ ആനകൾ അവിടെ നിന്ന് നല്ല തലയെടുപ്പോട് കൂടിയൊക്കെ നിന്നിട്ട് ആ തലയെടുപ്പൊക്കെ കാണിച്ച് കഴിഞ്ഞതിന് ശേഷം അവന്മാർ നടന്നിങ്ങനെ വരികയാണ്. വരിയായിട്ട് ക്ഷേത്രത്തിലേക്ക് നടന്ന് വരികയാണ്. ഇപ്പോൾ അവന്മാർ നെറ്റിപ്പട്ടമൊക്കെ ചൂടി ഇനി കോലമൊക്കെ കയറ്റി എഴുന്നള്ളാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇത് ഏത് ദേശക്കാരാണെന്ന് അറിയില്ല കേട്ടോ. 3 ദേശക്കാരാണ് ഈ പൂരം നടത്തിപ്പുകാർ. ഈ 3 ദേശക്കാരിൽ ഏത് ദേശക്കാരാണെന്ന് വലിയ പിടുത്തമൊന്നുമില്ല ഇത്. അതേപോലെ തന്നെ ആനകൾ ഏതൊക്കെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. നല്ല പ്രസിദ്ധമായ, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ആനകളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഈ 3 ദേശക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്കക്കാവ്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി എന്നീ 3 ദേശക്കാരാണ് ഈ പൂരം നടത്തിപ്പുകാർ. ഇതിനകത്ത് ഓരോ ദേശക്കാർക്കും ഏകദേശം എല്ലാം 11 ആനകൾ വീതമാണ് ഓരോ ദേശക്കാരും എഴുന്നള്ളിക്കുന്നത്. അങ്ങനെ ആകെ 33 ആനകളാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഈ പൂരത്തിന് ഉണ്ടാകുക. ഇതുകൂടാതെ വിവിധ കലാപരിപാടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വിവിധ സമുദായക്കാരുടെ കുതിരവേലകളും ഹരിജൻ വേലകളും എന്നീ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നമുക്കിത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ തലയെടുപ്പാണ് കാണാൻ പോകുന്നത്. ഈ ആനകൾ ഇവിടെ നിന്നിട്ട് ഒരു തലയെടുപ്പ് നടത്തുന്നുണ്ട്. തലയെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അടിപൊളിയാണ്. അപ്പോൾ ആനകൾ ഏതൊക്കെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം. ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ഒരാഴ്ചയിൽ അവസാനത്തെ ഒരു ദിവസമാണ് ഇന്ന്. ഈ അവസാന ദിവസമാണ് എല്ലാ ആഘോഷങ്ങളും കൂടി ഉള്ളത്. ഈ ഉത്സവവും ഈ 33 ആനകൾ നിരനിരന്ന് എന്നുള്ള ഉത്സവവും അതേപോലെ തന്നെ ഹരിജൻ വേലയും കുതിരവേലയും കാളവേലയും എല്ലാം തന്നെ ഈ ഉത്സവത്തിൻ്റെ അന്ന് തന്നെയാണ് ഈ അവസാന ദിവസം. ഈ അവസാന ദിവസത്തെ ആ കാഴ്ചകളൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ തലയെടുപ്പാണ് കാണാൻ പോകുന്നത്. അതൊരു 1.5 തലയെടുപ്പാണ്. അതൊന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഉത്രാളിക്കാവിലെ പൂരക്കാഴ്ചകളും പൂരവിശേഷങ്ങളുമായുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ഇതൊരു ചെറിയ വീഡിയോ മാത്രമാണ്.
അപ്പോൾ ഇനിയും കാണാം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ഉത്രാളിക്കാവിലെ മറ്റുള്ള കാഴ്ചകൾ, നല്ല അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.